ഓർഡർ ചരമോപചാരം. പ്ലീസ് ഫ്ലോർ ഒന്ന് ഓർഡർ ആവണം പ്ലീസ്. ഓർഡർ. മുൻ മന്ത്രി കുട്ടി അഹമ്മദ് കുട്ടി 2024 ഓഗസ്റ്റ് 11 മുൻ ലോക്സഭാ അംഗം MM ലോറൻസ് 2024 സെപ്റ്റംബർ 21 മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ 2024 സെപ്റ്റംബർ 26 CPIM ജനറൽ സെക്രട്ടറി മുൻ രാജ്യസഭാംഗവുമായ സീതാറാം യെച്ചൂരി 2024 സെപ്റ്റംബർ 12 അന്തരിച്ചു. കുട്ടി അഹമ്മദ് കുട്ടി മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ കുട്ടി അഹമ്മദ് കുട്ടി 2024 ഓഗസ്റ്റ് 11 അന്തരിച്ചു. താനൂരിലെ ആദ്യകാല മുസ്ലിം ലീഗ് നേതാവ് സൈതാലിക്കുട്ടിയുടെയും കുഞ്ഞിപ്പാത്തൂട്ടിയുടെയും മകനായി 1953 ജനുവരി 15 ജനിച്ചു. കുട്ടി അഹമ്മദ് കുട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സാധാരണ പ്രവർത്തകനായി പൊതുപ്രവർത്തനം ആരംഭിച്ചു. ഉന്നത പദവികളിലേക്ക് എത്തിച്ചേർന്ന നേതാവായിരുന്നു. തീരദേശത്തു നിന്നുള്ള പൊതുപ്രവർത്തന നിലയിൽ വ്യക്തിപരമായി ആ മേഖലയിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, മുസ്ലിം പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിങ്ങനെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ സാമൂഹിക വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ പുരോഗതിക്കും പങ്കാളിത്തത്തിനും വേണ്ടി പ്രയത്നിച്ച നേതാവായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് താനൂർ മണ്ഡലം പ്രസിഡന്റ്, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ്, താനൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം 1992 ഉപതെരഞ്ഞെടുപ്പിൽ താനൂരിൽ നിന്ന് ജയിച്ചു 9ാം കേരള നിയമസഭയിലെത്തി. തുടർന്ന് 1996, 2001, 2006 വർഷങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരൂരങ്ങാടിയിൽ നിന്ന് വിജയിച്ചു. കുട്ടി അഹമ്മദ് കുട്ടി 2004 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു. 11ാം കേരള നിയമസഭയിൽ പിന്നോക്ക സമുദായക്ഷേമം സംബന്ധിച്ച 2001-2004 അധ്യക്ഷനായും 12ാം കേരള നിയമസഭയിൽ ഗവൺമെൻറ് നൽകുന്ന ഉറപ്പുകൾ സംബന്ധിച്ച സമിതി 2006-11 അധ്യക്ഷനായും പ്രവർത്തിച്ചു. ലാളിത്യവും സ്ഥിരോത്സാഹവും കൈമുതലാക്കിയ ഒരു പൊതുപ്രവർത്തകനെയാണ് കുട്ടി അഹമ്മദ് കുട്ടിയുടെ നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ശ്രീ MM ലോറൻസ് മുതിർന്ന CPIM നേതാവും മുൻ ലോക്സഭാംഗവുമായിരുന്ന ശ്രീ MM ലോറൻസ് 2024 സെപ്റ്റംബർ 21 അന്തരിച്ചു. എറണാകുളത്ത് മുളവുകാട് മാടമാക്കൽ അവിരാമാത്തുവിൻ്റെയും മംഗലത്ത് മറിയത്തിൻ്റെയും മകനായി ജനിച്ച MM ലോറൻസ് അടിച്ചമർത്തപ്പെട്ട തൊഴിലാളി വർഗത്തിൻ്റെ അവകാശ പോരാട്ടങ്ങളിൽ ധീരനായകനായാണ് ശ്രദ്ധേയനായത്. 1946 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായ അദ്ദേഹം എറണാകുളം ജില്ലയിൽ അസംഘടിത തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. ഒരു വ്യാഴവട്ടക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനറായിരുന്നു. CITU സംസ്ഥാന സെക്രട്ടറി, CITU ദേശീയ വൈസ് പ്രസിഡന്റ്, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് സമൂഹം അകറ്റി നിർത്തിയിരുന്ന തോട്ടി തൊഴിലാളികൾ അദ്ദേഹം സംഘടിപ്പിച്ചു. അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയ സംഘാടക നിലയിൽ ഏറെ ജനശ്രദ്ധ നേടിയ നേതാവായിരുന്നു അദ്ദേഹം. ഇത് സംബന്ധിച്ച് പ്രശസ്ത കവി ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ കവിത സുപ്രസിദ്ധവും ഹൃദയഹാരിയുമാണ്. എടപ്പള്ള പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ അറസ്റ്റിലായി പോലീസ് മർദ്ദനത്തിനിരയാകുകയും അടിയന്തരാവസ്ഥ കാലത്ത് 16 മാസം കരുതൽ തടവിലാവുകയും ചെയ്തിട്ടുണ്ട്. 1980 ഇടുക്കിയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം തൻ്റെ പൊതുപ്രവർത്തന മേഖലയിൽ ഏറെ സമചിത്തതയോടെയാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. നിശ്ചയദാർഢ്യവും ഉറച്ച നിലപാടുകളും സഹജീവി സ്നേഹവും തൊഴിലാളി വർഗ കാഴ്ചപ്പാടും എല്ലാ കാലത്തും സൂക്ഷിച്ചിരുന്നു. ഉത്തമനായൊരു നേതാവിനാണ് MM ലോറൻസിലൂടെ നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടമാകുന്നത്. ശ്രീ KP കുഞ്ഞിക്കണ്ണൻ മുൻ നിയമസഭാംഗവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ശ്രീ KP കുഞ്ഞിക്കണ്ണൻ 2024 സെപ്റ്റംബർ 26 അന്തരിച്ചു. സംസ്കൃത പണ്ഡിതൻ ആനീഡിൽ കിഴക്കിനകത്ത് കുഞ്ഞമ്പ പൊതുവാളിൻ്റെയും കുഞ്ഞിഗംഗയുടെയും മകനായി ജനിച്ച KP കുഞ്ഞിക്കണ്ണൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പാർട്ടിയിൽ ഉയർന്നു വരികയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പിന്നീട് 1977 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, കാസർഗോഡ് DCC പ്രസിഡന്റ്, KPCC ജനറൽ സെക്രട്ടറി എന്നീ പദവികൾ അലങ്കരിച്ചു. 1987 പുതുമണ്ഡലത്തിൽ നിന്ന് 8ാം കേരള നിയമസഭയിലെത്തി. KRFED ചെയർമാൻ, ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ഡയറക്ടർ, വൈദ്യുതി ബോർഡ് അംഗം തുടങ്ങി നിരവധി ഉന്നത പദവികൾ അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസിനെ വളർത്തുന്നതിൽ നിർണായക പങ്കുവച്ച നേതാവായിരുന്നു അദ്ദേഹം. ലാളിത്യം കൈമുതലാക്കിയ മനുഷ്യസ്നേഹിയായ ഒരു നേതാവിനെയാണ് KP കുഞ്ഞിക്കണ്ണൻ നിര്യാണത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ശ്രീ സീതാറാം യെച്ചൂരി CPIM ജനറൽ സെക്രട്ടറിയും മുൻ രാജ്യസംഘവുമായിരുന്ന സീതാറാം യെച്ചൂരി 2024 സെപ്റ്റംബർ 12 അന്തരിച്ചു. ഇന്ത്യയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അടിച്ചമർത്തപ്പെട്ടവരുമായ ജനവിഭാഗങ്ങളുടെ ശബ്ദമായിരുന്നു സീതാറാം യെച്ചൂരി. തൊഴിലാളി വർഗത്തിൻ്റെയും മറ്റു പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെയും അവകാശങ്ങൾക്കായുള്ള പോരാട്ടമായിരുന്നു സീതാറാം യെച്ചൂരിയുടേത്. സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ മൂല്യങ്ങൾ ഉറച്ച സമരോത്സുക ജീവിതം. 1952 ഓഗസ്റ്റ് 12 മദ്രാസിൽ ജനിച്ച സീതാറാം ആന്ധ്രാപ്രദേശിലെ കാക്കിനാഡ സ്വദേശികളായ
സർവേശ്വര സോമയാചല യെച്ചൂരിയുടെയും കൽപ്പക യെച്ചൂരിയുടെയും മകനാണ്. സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. 10ാം ക്ലാസ് വരെ ഹൈദരാബാദിലെ ഓൾ സയൻസ് ഹൈസ്കൂളിലും തുടർന്ന് ന്യൂഡൽഹിയിലെ പ്രസിഡന്റ് എസ്റ്റേറ്റ് സ്കൂളിലുമായി പഠനം പൂർത്തിയാക്കി. സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 1ാം റാങ്ക് നേടി. ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ BA, ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ MAയും നേടി. JNUവിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ PhDക്ക് ചേർന്നെങ്കിലും അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടതിനാൽ പഠനം നിർത്തേണ്ടി വന്നു. 1984-ൽ CPIM കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. യെച്ചൂരി 85-ൽ കേന്ദ്ര സെക്രട്ടേറിയറ്റിലെത്തി. 92-ൽ 14ാമത് പാർട്ടി കോൺഗ്രസ് പോളിറ്റ് ബ്യൂറോയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 2015-ൽ ഏപ്രിൽ 19-ന് വിശാഖപട്ടണത്ത് നടന്ന പാർട്ടിയുടെ 21ാമത് കോൺഗ്രസിൽ CPIMന്റെ 5ാമത് ജനറൽ സെക്രട്ടറിയായി. 2018-ലും 2022 വർഷങ്ങളിൽ പാർട്ടി കോൺഗ്രസ് അദ്ദേഹം ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ടു. മരണം വരെ അദ്ദേഹം ആ പദവിയിൽ സേവനമനുഷ്ഠിച്ചു. ലോകമെമ്പാടുമുള്ള വിവിധ സോഷ്യലിസ്റ്റ് പാർട്ടി സമ്മേളനങ്ങളിൽ സീതാറാം യെച്ചൂരി CPIMനെ പ്രതിനിധീകരിച്ചു. മികച്ച എഴുത്തുകാരൻ കൂടിയായ അദ്ദേഹം നിരവധി പുസ്തകങ്ങളുടെ രചയിതാവും പ്രമുഖ പത്രങ്ങളിലെ കോളമിസ്റ്റുമായിരുന്നു. 2005 ജൂലൈയിൽ വെസ്റ്റ് ബംഗാളിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം 2017 വരെ CPIM രാജ്യസഭാ കക്ഷി നേതാവായിരുന്നു. പ്രധാനപ്പെട്ട നിരവധി വിഷയങ്ങൾ അദ്ദേഹം പാർലമെൻറ്റിൽ ഉയർത്തിക്കൊണ്ടുവന്നു. 2004-ൽ UPA സർക്കാരിൻ്റെ പൊതുവിനം പരിപാടി രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ചു. ഒരു മികച്ച പാർലമെൻറ്റേറിയൻ കൂടിയ സീതാറാം യെച്ചൂരി ജനകീയ പ്രശ്നങ്ങൾ നടത്തിയ ഇടപെടലുകൾ സമാനതകളില്ലാത്തവയാണ്. മാർക്സിസ്റ്റ് വഴികളിലൂടെ കൃത്യതയോടെ മുന്നേറിയ സീതാറാം യെച്ചൂരി മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പോലും കാര്യമായ സ്വാധീനം ചെലുത്തി. ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാസിസ്റ്റ് വർഗീയ ശക്തികൾക്കെതിരായ ഇന്ത്യ സഖ്യം കെട്ടിപ്പടുക്കുന്നതിൽ മുഖ്യ സംഘാടകൻ റോളിൽ യെച്ചൂരിയായിരുന്നു നിറഞ്ഞുനിന്നത്. അദ്ദേഹത്തിൻ്റെ സൈദ്ധാന്തിക ധാരണയും പ്രായോഗിക യുക്തിയും ഇന്ത്യൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വളരെയധികം സംഭാവന നൽകി. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം സാമ്രാജ്യത്വത്തിനും സംഘീത വർഗീയതക്കും വിഭാഗീയതക്കും ഫാസിസത്തിനുമെതിരെ അദ്ദേഹം നിലകൊണ്ടു. അടിയന്തരാവസ്ഥയുടെ ഭീകരതയെ നിർഭയം നേരിട്ട വിപ്ലവകാരിയായ വിദ്യാർത്ഥിയിൽ നിന്നും രാജ്യമാകെ ബഹുമാനിക്കുന്ന സമുന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവായി വളർന്ന യെച്ചൂരിയുടെ ജീവിതം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഏടുകളിലൊന്നാണ്. ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ അടവൂരമായ സമീപനങ്ങൾ മാറുന്ന ദേശീയ സാർവദേശീയ സാഹചര്യങ്ങൾക്കനുസൃതമായി രൂപപ്പെടുന്നതിൽ സവിശേഷമായ മികവോടെയാണ് സീതാറാം യെച്ചൂരി എന്നും വഹിച്ചിരുന്നത്. ആധുനിക മുതലാളിത്തത്തിൻ്റെയും നവലിബറസത്തിൻ്റെയും കാലത്ത് കൃത്യമായി സൈദ്ധാന്തിക വ്യക്തതയോടെ ശരിയായ നയം രൂപീകരിക്കുന്നതിൽ പുതിയ ജനവിഭാഗങ്ങളിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ സ്വീകാര്യത വ്യാപിപ്പിക്കുന്നതിലും സീതാറാം യെച്ചൂരി പങ്കുവഹിച്ചു. ഇന്ത്യയെ മതനിരപേക്ഷ ഫെഡറൽ സ്വഭാവങ്ങളുള്ള രാജ്യമാക്കി നിലനിർത്തുന്നതിനും വർഗീയതയുടെയും വംശീയതയുടെയും അടിസ്ഥാനത്തിൽ രാജ്യം ഛിന്നഭിന്നമാക്കപ്പെടില്ല എന്ന് ഉറപ്പുവരുന്നതിനും ഭരണഘടന അട്ടിമറിക്കപ്പെടാതിരിക്കാൻ സീതാറാം എന്ന് നടത്തിയ പോരാട്ടങ്ങൾ ചരിത്ര പ്രാധാന്യമുള്ളവയാണ് എന്ന് കാലം വിലയിരുത്തും. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിരുന്ന പാർലമെൻറ്റിൽ പുറത്ത് സീതാറാം യെച്ചൂരി ധീരോദത്തമായ ഒരു രാഷ്ട്രീയ ജീവിതത്തിനാണ് സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിലൂടെ തിരശ്ശീലമിരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിനും മതനിരപേക്ഷ രാഷ്ട്രീയത്തിനും പൊതുവിലും തൊഴിലാളികൾക്ക് വിപ്ലവ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് നികത്താനാവാത്ത നഷ്ടമാണ് സീതാറാം യെച്ചൂരിയുടെ വിയോഗം. അന്തരിച്ചവരുടെ ആദരസൂചകമായി നമുക്കൊരല്പസമയം എഴുന്നേറ്റ് നിന്ന് മൗനം ആചരിക്കാം.